അപ്പോൾ എല്ലാവർക്കും ഗാലറിലോവിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ ടൈറ്റിലും തമിഴ്നാട്ടിലൊക്കെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. വേറൊന്നുമില്ല, ഒരു പെഡസ്റ്റൽ ഫാൻ എങ്ങനെയാണ് നമുക്ക് സ്വന്തമായിട്ട് പുതിയൊരു ഫാൻ മേടിച്ചു നമുക്ക് വീട്ടിൽ തന്നെ ഇൻസ്റ്റാൾ ചെയ്യാമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഞാൻ കൂടുതലായിട്ട് പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇതുപോലത്തെ ഒരു ഫാനൊക്കെ മേടിച്ചു പറഞ്ഞാൽ നിങ്ങൾക്ക് ഇലക്ട്രീഷ്യന്മാരനെ വിളിക്കേണ്ട ഒരു ആവശ്യമില്ല. നമുക്ക് തന്നെ സ്വന്തമായിട്ട് തന്നെ വീട്ടിൽ തന്നെ സെറ്റ് ചെയ്യാൻ പറ്റുന്നൊരു ഇതാണ്. വളരെ ഒരു 5 മിനിറ്റ് ഒരു 10 മിനിറ്റത്തെ ഒരു ഇതുള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കി വെക്കാം. ഇത് വീഗാർഡിൻ്റെ ഒരു ഫാനാണ് കേട്ടോ. ഏകദേശം ഒരു 3000 രൂപയുടെ അടുത്തോളം വില വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഒന്ന് നോക്കി വെക്കാം. അപ്പോൾ ഇതിങ്ങനെ പാർട്സ് ആയിട്ടാണ് ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് സാധനങ്ങളൊക്കെ വരാറ്. ഇതിൻ്റെ പെഡസ്റ്റലും ആ ലെഗും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഉള്ളിലാണ്. ഇതിൻ്റെ അടിയത്തെ ബേസ് ഞാൻ നിങ്ങൾക്ക് ഓരോന്ന് എടുത്തിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇത്രയും ഐറ്റംസ് ആണ് ഇതിൻ്റെ ബോക്സിൻ്റെ ഉള്ളിൽ വരുന്നത്. അപ്പോൾ വേറൊന്നുമല്ല, ഇതതിൻ്റെ മോട്ടറാണ് ഒന്നാമത്തെ സാധനം. അപ്പോൾ ഇത് നമുക്ക് സെറ്റ് ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ അടിയത്തെ ബേസാണ് കേട്ടോ. ഇത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്, പിന്നെ നല്ല വെയിറ്റും ഉണ്ട് കേട്ടോ. അടിയിൽ നല്ല സ്ട്രോങ്ങിൽ നിൽക്കേണ്ട സാധനമില്ല. അപ്പോൾ ഇത് വരുന്നുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ അടിയിലെ ലെഗാണ് കേട്ടോ. ഈ ലെഗിലാണ് നമ്മുടെ മോട്ടറും കാര്യങ്ങളൊക്കെ നിൽക്കുന്നത്. അപ്പോൾ ഇത് വരുന്നുണ്ട്. പിന്നെ സാധാ പോലെ തന്നെ അതിൻ്റെ ബാക്കത്തെ നെറ്റും ഫ്രണ്ട് നെറ്റും പിന്നെ അതുപോലെ തന്നെ ലീഫാണ് ഇതിൻ്റെ ഒപ്പം വരുന്നത്. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് തന്നെ ഇതിൻ്റെ അടിയത്തെ പിന്നെന്താണ് ബേസ് ഒന്ന് എടുക്കുക. ഈ ബേസിലാണ് നമുക്ക് ആദ്യം സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ എന്താ പറയുക, ഇതിൻ്റെ കച്ചറൊക്കെ ഒന്ന് ബോക്സിക്ക് ഇടാം കേട്ടോ. അപ്പോൾ ഇതിൽ ആദ്യം നമുക്ക് ആ ലെഗ് വെക്കണം. ഇതാണ് അതിൻ്റെ പെഡസ്റ്റൽ വരുന്നത്. വളരെ സിമ്പിളാണ്. നിങ്ങൾക്ക് ഒന്ന് മനസ്സിൽ വിചാരിച്ചു പറഞ്ഞാൽ ഒരു 5 മിനിറ്റും കൂടി വേണ്ടത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരു ഇലക്ട്രീഷ്യനെ വിളിച്ചിട്ട് ടൈം പോകുന്നും വേണ്ട കേട്ടോ. അപ്പോൾ ഒന്നാമത്തെ ചൂട് കൂടിയൊരു സമയമാണ്. അപ്പോൾ പൊതുവെ എല്ലാവരും ഇപ്പോൾ ഇലക്ട്രീഷ്യന്മാരനൊക്കെ ഈ ഒരു ടൈമിലാണ് വിളിക്കുന്നത്. പിന്നെ ഫാൻ സെറ്റ് ചെയ്യാണ്ട് ഒരു റെഗുലേറ്റർ ഫിറ്റ് ചെയ്യാണ്ട്. അപ്പോൾ ഇതൊക്കെ വളരെ സിമ്പിളാണ്. നിങ്ങൾക്ക് തന്നെ അത് വീട്ടിൽ തന്നെ സ്വന്തമായിട്ട് ചെയ്യാവുന്നേ. അപ്പോൾ എന്തായാലും ഇതിൻ്റെ അടിയിലൊരു അല്ലെങ്കിൽ പോലത്തെ ഒരു എന്താ പറയുക ഒരു സ്ക്രൂ ടൈപ്പ് ഒരു സംഭവം വരുന്നുണ്ട്. ഇതൊന്ന് അയച്ചെടുക്കണം. അയച്ചെടുത്തിട്ട് ഞാൻ അവിടെ കൊണ്ടൊന്ന് കാണിച്ചു തരാം. ഇതിൻ്റെ ഇവിടെ ഒരു കട്ടിങ് പോലത്തെ ഒരു സംഭവം ഉണ്ട്, കാണാനുണ്ടാവും വിചാരിക്കണം. ഒരു കട്ടിങ് ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു സംഭവം കൂടി ഉണ്ട്. ഈ ഒരു ലെഗിൻ്റെ എന്താ പറയുക, ഈ ഒരു ബേസിൻ്റെ ഇവിടെ ഒരു സംഭവം ഉണ്ട്. ഈ കട്ടിങ് ഇതിലേക്ക് കറക്റ്റായിട്ട് ഇറക്കി വെച്ച് കൊടുക്കണം. ഇങ്ങനെ ഇറക്കി വെച്ച് കൊടുത്തിട്ട് വേണം നമുക്ക് സെറ്റ് ചെയ്യണമെങ്കിൽ. അപ്പോൾ ഇതിങ്ങനെ ഇറക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഈ ഒരു എന്താ പറയുക, ഈ ഒരു അല്ലെങ്കിൽ സ്ക്രൂ ഉണ്ടല്ലോ, അത് ഇതിൽ കൂടെ ഒന്ന് കയറ്റി കൊടുക്കുക. എന്നിട്ട് ഇത് അത്യാവശ്യം നല്ല രീതിയിൽ ഒന്ന് മുറുക്കണ്ടേ. നമുക്ക് കൈ കൊണ്ട് തന്നെ ചെയ്യാവുന്നേ ഉള്ളൂ. സ്പാനറോ മറ്റേ കട്ടിംഗ് പ്ലെയറിൻ്റെ ഒരു ആവശ്യമില്ല. അപ്പോൾ ഇതിങ്ങനെ നന്നായിട്ടൊന്ന് മുറുക്കി കൊടുക്കണം. ഇപ്പോൾ അത്യാവശ്യം നല്ല ടൈറ്റ് ആയിട്ടുണ്ട് കേട്ടോ സാധനം. ഇതാ ഇത്രേ ഉള്ളൂ. ഇനി ഇത് എങ്ങോട്ടും പോയില്ല. അത്യാവശ്യം നല്ല ടൈറ്റിൽ അങ്ങനെ നിൽക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ സാധനം ഇവിടെ വെക്കാം. അപ്പോൾ ഇത്രയും സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇതിൻ്റെ ഉള്ളിൽ ഒരു ഇതും കൂടി ഉണ്ട് കേട്ടോ. ഇത് എക്സ്റ്റൻഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ കൊടുക്കണതാണ്. അതൊന്നും എടുക്കണം. അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇതാണ്ടോ, ഇതാണ് സാധനം. ഇത് നമുക്ക് എത്ര വേണമെങ്കിലും മേപ്പോട്ട് ഉയർത്താനും വേണ്ടിയിട്ടുള്ള സംഭവം കേട്ടോ. ഇതിങ്ങനെ പിടിച്ചാൽ തിരിച്ചു പറഞ്ഞാൽ ഇത് പിന്നെ എങ്ങോട്ട് അനങ്ങില്ല. അതങ്ങനെ സെറ്റായിട്ട് അവിടെ നിന്നോളും. നമുക്ക് എത്ര വേണമെങ്കിലും മേലോട്ട് പൊക്ക് കമ്മിയൊക്കെ ഒക്കെ ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഈ ഒരു മോട്ടറാണ്. നമുക്ക് ഇനി അടുത്തതായിട്ട് സെറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ മോട്ടർ എടുത്ത് സെറ്റ് ചെയ്ത് കാണിച്ചു തരാം. ഇത് ഞാൻ ഇന്നലെ മേടിച്ചിട്ട് ഞാൻ ഇന്നലെ രാത്രിയും സെറ്റ് ചെയ്തു കേട്ടോ. പിന്നെ എന്താ പറയുക, അപ്പോൾ സെറ്റ് ചെയ്യുമ്പോഴാണ് ഒന്ന് വിചാരിച്ചത് എന്നാൽ നിങ്ങൾക്കും കൂടി ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത്. ഇപ്പോൾ അധികം പേരും ഇതുപോലത്തെ ചെറിയ മെയിൻ്റനൻസ് വർക്കിനാണ് വിളിക്കുന്നത്. ചിലപ്പോൾ നട്ടപ്പാതിരക്കൊക്കെ വിളിച്ചിട്ട് ഒരു ഫാൻ സെറ്റ് ചെയ്യാണ്ട് വരുമോ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ എന്താ പറയുക, അപ്പോൾ ഒരു വീഡിയോ ആക്കി പറഞ്ഞാൽ അവർക്ക് കണ്ട് അയച്ചു കൊടുക്കാമല്ലോ ഇങ്ങനെയാണ് സെറ്റ് ചെയ്യാൻ സംഭവം. സെറ്റ് ചെയ്യാൻ അധികം പാടുന്നില്ല, കുറേ പേർക്ക് അറിയുന്ന സംഭവം തന്നെ ഇരിക്കുക. അപ്പോൾ ഇത് കാണിച്ചോട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇവിടെ ഒരു നെറ്റ് ഉണ്ട്. ഈ ഒരു നെറ്റ് പിന്നെന്താ ഒന്ന് ലൂസാക്കുക. ഒന്ന് ലൂസാക്കി കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഒരു സാധനം, ഈ ഒരു അതിൻ്റെ മോട്ടറാണിത്, മെയിൻ മോട്ടറാണ് കേട്ടോ. ഈ സംഭവം ഇതിലേക്ക് ഇറക്കി കൊടുക്കണം. അപ്പോൾ ഇറക്കി കൊടുത്തു കഴിഞ്ഞിട്ട് ഇതിൻ്റെ ബാക്കിലെ നെറ്റ് ഒന്ന് തിരിച്ചൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കണം. നമുക്കിനി അത് അടിയിലേക്ക് വെക്കാം കേട്ടോ. അങ്ങനെ നമ്മൾ ഇതിന്റെ മോട്ടറൊക്കെ സെറ്റ് ചെയ്ത് നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു നെറ്റ് എന്താ പറയുക ഇതിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ഇവിടെ ഒരു
നെറ്റ് വരുന്നുണ്ട്. ഈ ഒരു നെറ്റ് നമുക്ക് അഴിച്ചെടുക്കണം. അപ്പോൾ സാധാരണ എന്താ പറയുക, നമ്മളൊരു നെറ്റൊക്കെ അഴിച്ചെടുക്കുക എന്ന് പറയുമ്പോൾ അതിൻ്റെ ഇടത് ഭാഗത്തേക്കാണ് നമ്മൾ അഴിച്ചെടുക്കാറ്, അതായത് ലെഫ്റ്റ് സൈഡിലേക്കാണ് നമ്മൾ അഴിച്ചെടുക്കാറ്. ഇത് നേരെ അതിൻ്റെ ഓപ്പോസിറ്റ്, നമ്മൾ റൈറ്റ് സൈഡിലേക്ക് വേണം ഈ ഒരു നെറ്റ് നമുക്ക് അഴിച്ചെടുക്കണമെങ്കിൽ. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇത് നമുക്കൊന്ന് അഴിച്ചെടുക്കാം. അപ്പോൾ അതുകൊണ്ടോ ഇത് നമ്മൾ അഴിച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഒരു നെറ്റും കൂടി വരുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് അതുപോലെ തന്നെ അഴിച്ചെടുക്കണം. ഈ ഒരു നെറ്റും കൂടി ഇതിൻ്റെ ബാക്കത്തെ നെറ്റും കൂടി അഴിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ആ ഒരു നെറ്റ് നമുക്ക് എന്താ പറയുക സെറ്റാക്കി കൊടുക്കുക അതിൽ. അപ്പോൾ ഇത് സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ കറക്റ്റായിട്ടൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഇവിടെ ഇതിൻ്റെ ഗാഡി ഉണ്ട്. അതായത് ഇതിൻ്റെ ബാക്കിലായിട്ട് ഒരു ഗാഡി ഉണ്ട്, കാണുന്നുണ്ടോ? ഇതിൻ്റെ ബാക്കിലായിട്ട് ഒരു 3 ഗാഡി വരുന്നുണ്ട്. ഈ ഗാഡി നമുക്ക് ഈ ഒരു നെറ്റിൽ കറക്റ്റായിട്ട് തന്നെ ഫിക്സ് ആയിരിക്കണം. അപ്പോൾ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അത് ശ്രദ്ധിച്ചിട്ട് വേണം നമുക്ക് ഇത് ടൈറ്റ് ആക്കി കൊടുക്കാൻ. കണ്ടില്ലേ, ഈ ഒരു 3 ഗാഡി ഇതിലേക്ക് കറക്റ്റ് സെറ്റായിട്ടിരിക്കണം. എന്നിട്ട് നമുക്ക് ഈ ഒരു നെറ്റ് എടുത്തിട്ട് ഇത് ടൈറ്റ് ആക്കി കൊടുക്കാം. അപ്പോൾ ഈ നെറ്റ് ടൈറ്റ് ആക്കുമ്പോൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം കേട്ടോ. അതായത് വേറൊന്നല്ല, ഇതിൻ്റെ ഇവിടെ ഒരു സംഭവം, ഒരു പിടുത്തം വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പിടുത്തം നമ്മൾ കറക്റ്റ് മുകളിലേക്കാണോ നോക്കണം. അതായത് ഈ ഒരു ഫാൻ നമുക്ക് എങ്ങോട്ടേലും കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു പിടുത്തം അവർ കൊടുക്കുന്നത്. അപ്പോൾ ഇത് കറക്റ്റ് മുകളിലേക്ക് തന്നെയാണ് വരുന്നത് നമ്മൾ പ്രത്യേകം നോക്കണം. എന്നിട്ട് വേണം ഇത് ടൈറ്റ് ആക്കി കൊടുക്കാൻ, അല്ലെങ്കിൽ പിന്നെ അയച്ചിട്ട് ഒന്നുകൂടി ടൈറ്റ് ആക്കേണ്ടി വരും. അപ്പോൾ ഇത് നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട്, നന്നായിട്ട് മുറുക്കിയിട്ടുണ്ട്. അപ്പോൾ മെല്ലെ മുറുക്കാട്ടോ. ഇതിൻ്റെ എന്തൊക്കെയാ പറയുമ്പോൾ ഒരു ഇത് അഡ്ജസ്റ്റ്മെൻറ്റ് നിൽക്കണം. അപ്പോൾ കൂടുതൽ മുറുക്കിയിട്ട് ടൈറ്റായിട്ട് അങ്ങനെ പൊട്ടരുത്. അപ്പോൾ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. നമുക്ക് അടുത്ത് സെറ്റ് ചെയ്യാനുള്ളത് പറഞ്ഞാൽ ഇതിൻ്റെ ഈ ഒരു ലീഫാണ്. അപ്പോൾ ഈ ഒരു ലീഫ് സെറ്റ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിൻ്റെ ഇവിടെ 2 കട്ടിങ് വരുന്നുണ്ട്. ഈ ഒരു കട്ടിങ് കൊണ്ടുപോകാം. ഇതിൻ്റെ ഇവിടെ ആയിട്ട് ഒന്നുമില്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു സംഭവം വരും, അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ഒരു കമ്പി എന്തെങ്കിലും വരും. ഈ ഒരു ഗാഡിയിൽ നമുക്ക് ഈ ഒരു കട്ടിങ് കറക്റ്റായിട്ട് തന്നെ നമുക്ക് കയറ്റി ഫിക്സ് ആക്കി കൊടുക്കണം. അപ്പോൾ അതൊന്നും എല്ലാവരും ഈ ഒരു ലീഫ് കയറ്റുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഒന്ന് കയറ്റിയിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്താൽ തന്നെ ഇത് കറക്റ്റായിട്ട് കയറിയിരിക്കും. നമ്മൾ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ കണ്ടോ നല്ല രീതിയിൽ തന്നെ ഇത് ഫാൻ കറങ്ങുന്നുണ്ട്. നമുക്ക് അടുത്തതായിട്ട് ഇതിൽ ഫിറ്റ് ചെയ്യാനുള്ളത് പറഞ്ഞാൽ ഈ ഒരു നെറ്റാണ്. അപ്പോൾ ഈ ഒരു നെറ്റ് ഫിറ്റ് ചെയ്യുമ്പോൾ എല്ലാം പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്കുമാണ് നമുക്കിതൊന്ന് ടൈറ്റ് ആക്കി കൊടുക്കാൻ, റൈറ്റ് സൈഡിലേക്കല്ല. അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ആ ഒരു ചെറിയൊരു ത്രെഡാണ് വരുന്നത്. അപ്പോൾ ആ ത്രെഡ് നിങ്ങൾ ഇങ്ങനെ അധികം മുറുക്ക് ലൂസാക്കൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് പോയി കഴിഞ്ഞ് പറഞ്ഞാൽ പിന്നെ അത് ടൈറ്റ് ആകാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കുക. അപ്പോൾ അതൊന്നും എല്ലാം പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ അത് എന്താ പറയുക, ലെഫ്റ്റ് സൈഡിലേക്ക് ഇങ്ങനെ തിരിച്ചിട്ട് ഒന്ന് ടൈറ്റ് ആക്കി കൊടുക്കാം. നമുക്ക് ഈ ഒരു ലീഫ് തന്നെ പിടിച്ചിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ടൈറ്റ് ആക്കിയാൽ മതി കേട്ടോ. കൂടുതൽ പിടിച്ച് അമർത്തരുത്. ഇപ്പം തന്നെ വേണ്ട. അങ്ങനെ നമ്മൾ ഇതൊക്കെ സെറ്റ് ചെയ്ത് റെഡി ആക്കി കഴിഞ്ഞു. ഇനി അടുത്തതായിട്ട് ഇതിൻ്റെ ഫ്രണ്ട് ഗ്രില്ലാണ് നമുക്ക് സെറ്റ് ചെയ്യാനുള്ളത്. ഇതൊന്ന് ഞാൻ സെറ്റ് ചെയ്തിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാൻ ആദ്യം തന്നെ ഇവിടെ റിങ് വരുന്നുണ്ട്. ഇത് ചിലപ്പോൾ ഈ ഫാനിൻ്റെ ഇപ്പോൾ അത് അഴിഞ്ഞിട്ടായിരിക്കും ഉണ്ടാവുക. ഇതിപ്പോൾ ഇത് തന്നെ ഇൻസ്റ്റാൾ ആയിട്ട് അവിടെ തന്നെ കണക്കുന്നുണ്ട്. അപ്പോൾ എന്താ പറയുക, ഇതിനിപ്പോൾ അയച്ച് കാണിക്കണമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതിൽ നമുക്കൊന്ന് ഇതൊന്ന് കയറ്റിയിട്ട് കൊടുക്കാം. അപ്പോൾ എന്തായാലും ഇതിങ്ങനെ ഫിക്സ് ആക്കുമ്പോൾ ഈ ഒരു ഗാഡിയിൽ, ഇതിൻ്റെ ഈ ഒരു ഗാഡിയിൽ ഈ ഒരു സംഭവം മൊത്തത്തിലൊന്ന് പൊട്ടോ നോക്കണം. അതായത് ഈ ഒരു നെറ്റ് മൊത്തത്തിലൊന്ന് പൊട്ടിട്ടുണ്ടോ നോക്കണം. എന്നിട്ട് വേണത് എന്താ പറയുക ടൈറ്റ് ചെയ്ത് കൊടുക്കാൻ. ഇവിടെ പൊട്ടിട്ടില്ല. ഓക്കെ, അങ്ങനെ നമ്മുടെ ഫാനിൻ്റെ വർക്ക് മൊത്തം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ ഈ ഒരു ഫാന്, ഈ ഒരു പെഡസ്റ്റൽ ഫാന് എന്താ പറയുക ഇൻസ്റ്റാൾ ചെയ്യേണ്ട ഒരു രീതി. അപ്പോൾ വെറും ഒരു 5-10 മിനിറ്റിൻ്റെ ഒരു ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതൊന്നും എല്ലാവരും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് തന്നെ ഇത് വീട്ടിൽ ഫിക്സ് ആക്കാനുള്ളതാണ്. അപ്പോൾ ഒരു ഇലക്ട്രീഷ്യനെ വിളിച്ചിട്ട് എന്താ പറയുക ബുദ്ധിമുട്ടേണ്ട ആവശ്യമൊന്നുമില്ല. ബുദ്ധിമുട്ട് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു ഇലക്ട്രീഷ്യനെ വിളിച്ചാൽ ചിലപ്പോൾ ഒരു എന്താ പറയുക, ചിലപ്പോൾ ആ ഒരു വർക്കൊക്കെ ഉള്ള ഒരു ഇതാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നല്ല നേരെ ടൈം ആവും വരാനൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് തന്നെ ഈ ഒരു കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു പറഞ്ഞാൽ തന്നെ നമുക്ക് തന്നെ സൂപ്പറായിട്ട് ഒരു വീട്ടിൽ എന്താ പറയുക സെറ്റ് ചെയ്യാം. പിന്നെ ഇപ്പോൾ ചൂടിൻ്റെ ഇതൊക്കെ വളരെ കൂടുതലാണ്. അപ്പോൾ ഫാനിൻ്റെ കാറ്റന്നെ കൊണ്ടിട്ട് നിങ്ങൾ വീട്ടിലിരിക്കാണ്ട് നല്ല ധാരാളം വെള്ളം കുടിക്കുക, അതുപോലെ തന്നെ ഫ്രൂട്ട്സുകളൊക്കെ ധാരാളം മേടിച്ച് കഴിക്കുക. അപ്പോൾ എന്തായാലും ഇത്രേ ഉള്ളൂ ഈ ഒരു ഫാനിൻ്റെ പിന്നെന്താണ്
ഫിറ്റിങ്ങും കാര്യങ്ങളൊക്കെ. അപ്പോൾ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മാക്സിമം എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് എത്തിച്ചു കൊടുക്കുക. അപ്പോൾ ഇതൊന്ന് നമുക്കൊന്ന് കറക്റ്റ് ചെയ്യാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ വെച്ചാൽ നമ്മുടെ ഫാനിൻ്റെ കംപ്ലീറ്റ് ഫിറ്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. ഇനിയിപ്പോൾ സ്വിച്ച് ഇടാൻ വേണ്ടി നിൽക്കണം കേട്ടോ. ജസ്റ്റ് എന്തായാലും ഇത്രയും ഫിറ്റ് ചെയ്തല്ല, അപ്പോൾ ഒന്ന് വെറുതെ സ്വിച്ച് ഇട്ട് നമുക്ക് ഓടേണ്ട ഇല്ല എന്നൊക്കെ ഒന്ന് അറിയാലോ, പുതിയ ഫാനല്ലേ. എന്തായാലും ഇവിടെ സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ ഫാൻ അവിടെ വർക്കാകത്തില്ല. അപ്പോൾ ഫാൻ വർക്കാകണമെന്നുണ്ടെങ്കിൽ മോട്ടറിൽ ഒരു 3-4 സ്വിച്ച് ഉണ്ട് കേട്ടോ. ഈ സ്വിച്ച് നമുക്കൊന്ന് ഓണാക്കി കൊടുക്കാം. അപ്പോൾ ഫാന് വർക്കായിട്ടുണ്ട്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. നല്ല അത്യാവശ്യം നല്ല കാറ്റൊക്കെ ഉണ്ട് കേട്ടോ. വീഗാറിൻ്റെ ഫാനാണ്. ഞാൻ കമ്പനീനെ പ്രൊമോട്ട് ചെയ്യല്ല കേട്ടോ. ഇത് ഞാൻ തന്നെ വീട്ടിലേക്ക് മേടിച്ചിട്ട് ഉള്ളൊരു ഫാൻ, ഇത് ഞാൻ തന്നെ വീട്ടിലേക്ക് മേടിച്ചൊരു ഫാനാണ് കേട്ടോ. അപ്പോൾ എന്തായാലും വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക. പിന്നെ പ്രത്യേകം ഒന്ന് നോട്ട് ചെയ്യാം കേട്ടോ. വേറെ ഒന്നുമല്ല, നിങ്ങൾ വീഡിയോയിൽ ധാരാളം കമൻറ്റൊക്കെ ചെയ്യാറുണ്ട്, പക്ഷേ ലൈക്ക് ചെയ്യാൻ എല്ലാവർക്കും ഒരു മടി പോലെ. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് ഒന്ന് വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ മാക്സിമം ഈ ഒരു വീഡിയോയ്ക്ക് ഞാനൊരു അധികമൊന്നും വേണ്ട, ഒരു 100 ലൈക്ക് മാത്രമേ ഞാൻ പ്രതീക്ഷിക്കുന്നുള്ളൂ. അപ്പോൾ ഒരു തുടക്കക്കാരനൊന്നുമല്ല ചാനലിൽ. അപ്പോൾ അധികമൊന്നും വേണ്ട, എനിക്കൊരു 100 ലൈക്ക് ഈ ഒരു വീഡിയോയ്ക്ക് എന്താ പറയുക, നിങ്ങൾ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്തിട്ടൊന്ന് ലൈക്ക് അടിക്കുക. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. ആ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. മാക്സിമം നിങ്ങളുടെ ബന്ധുക്കാർക്കും നിങ്ങളുടെ ഫ്രണ്ട്സിനും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.